ഒരു രാവ് പുലർന്നപ്പോൾ ഇല്ലാതായത് വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളാണ്. ഒപ്പം അവിടെയുണ്ടായിരുന്ന അനേകം ജീവനുകളും. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടവരും ഏറെയാണ്. ഒരൊറ്റ ഉരുൾപൊട്ടലാണ് ഈ മേഖലയെല്ലാം ഒലിച്ചുപോയത്. ഇപ്പോൾ വയനാട്ടിനെ കെട്ടിപ്പടുക്കാനുള്ള തിരക്കിലാണ് അധികൃതർ. എന്നാൽ വയനാട്ടിലെ ഈ ദുരന്തം നമുക്ക് മുന്നിൽ തീരാവേദനയായി നിൽക്കുമ്പോഴും കേരളത്തിന്റെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു സംഭവമുണ്ട്. വർഷങ്ങളായി നാം എല്ലാവരും ചർച്ച ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം എന്ന ജലബോംബ്. ആ ജലബോംബിന് താഴെയാണ് നാം കിടന്നുറങ്ങുന്നതെന്ന വസ്തുത തിരിച്ചറിയാത്തവരല്ല ഭരണകർത്താക്കൾ. കാലപ്പഴക്കം മൂലമുണ്ടായ ബലക്ഷയമാണ് ഡാമിന്റെ പ്രശ്നം. മുല്ലപ്പെരിയാറിന് അപകടം സംഭവിച്ചാൽ 4 ജില്ലകൾ തന്നെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കി അറബിക്കടലിൽ തള്ളപ്പെടും. അത്രയ്ക്കും ശേഷിയുള്ള ജലബോംബാണിത്. ഒരു രാവ് പുലർന്നപ്പോഴാണ് വയനാട്ടിലെ പ്രദേശങ്ങൾ തുടച്ചു നീക്കപ്പെട്ടത്. അതിനു മുമ്പ് പുതുമല എന്ന പ്രദേശവും ഒരു ദുരന്തത്തിൽ തുടച്ചു നീക്കപ്പെട്ടിരുന്നു. ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും മാത്രമാണ് നാം എല്ലാവരും അടുത്തതെന്തെന്ന് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നത്. അത് വെറും ചർച്ചകളായി തന്നെ മാറാറുമുണ്ട്. എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് ഇനിയും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഇന്ത്യ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിനാകും കേരളം സാക്ഷ്യം വഹിക്കുക. പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാർ സംബന്ധിച്ച ആശങ്ക ചെറുതല്ല. അപകടമുണ്ടായാൽ വലിയ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ. കാലങ്ങളായി ഇത് സംബന്ധിച്ച് മുറവിളികൾ കൂട്ടുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ലെന്നതാണ് വസ്തുത. തമിഴ്നാടിന്റെ പിടിവാശിയിൽ കേരളത്തിന്റെ രോദനം ആരും കേൾക്കാതെ പോകുന്നതോ, കേരളത്തിനു വേണ്ടി ശക്തമായി വാദിക്കാത്തതോ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി അത് നിലനിൽക്കുന്നു. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ കുത്തിയൊലിച്ചു വരുന്ന വെള്ളവും കല്ലും ചളിയുമടക്കം 36 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി അണക്കെട്ടിലാകും എത്തുക. ഇടുക്കി അണക്കെട്ടിന് താങ്ങാനാകാത്ത തരത്തിലുള്ള ജലമാകും അങ്ങനെ സംഭവിച്ചാൽ എത്തുക. ഇതോടെ ഇടുക്കി അണക്കെട്ട് തകരും. അത് തകർന്നാൽ സമീപത്ത് ചെറുതും വലുതുമായ 11 അണക്കെട്ടുകൾക്ക് നാശമുണ്ടാകും. ഇവിടുന്നുള്ള വെള്ളം കുത്തിയൊലിച്ചെത്തുക 4 ജില്ലകളിലേക്കായിരിക്കും. കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകൾ തുടച്ചു നീക്കപ്പെടും. കാലാവസ്ഥയുടെ മാറ്റത്തിനൊപ്പം പ്രകൃതിയുടെ വ്യതിയാനവും കേരളത്തിനുമേൽ വൻ ദുരന്തത്തിന് മുഴക്കമുണ്ടാക്കും. കേരളത്തിന്റെ ആവശ്യവും കേരളത്തിന്റെ ആശങ്കയ്ക്കുമാണ് പരിഹാരം വേണ്ടത്. അതിനുള്ള തീരുമാനമെടുക്കാൻ അധികൃതർക്കാകുന്നില്ല എന്നതാണ് വസ്തുത. എല്ലാ കാര്യത്തിനും കേരളത്തിനൊപ്പം കൈകോർക്കുന്ന തമിഴ്നാട് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ മാത്രം വേറിട്ട ശബ്ദമുയർത്തുന്നു. അത് എന്തുകൊണ്ടാണെന്നത് സംബന്ധിച്ച് കേരളത്തിലെ ഭരണാധികാരികൾക്ക് മിണ്ടാട്ടമില്ല. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് ജലബോംബും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും ഭൂഗർഭ അണക്കെട്ടിൽ പഴക്കമുള്ളതുമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിൽ തമിഴ്നാടിനാണ് കൂടുതൽ എതിർപ്പ്. പല കാര്യങ്ങളിലും ഒത്തൊരുമയുള്ള സംസ്ഥാനങ്ങൾക്കിടയിൽ പുകയുന്ന ആഗോള വിഷയമായി മുല്ലപ്പെരിയാർ മാറിയിട്ട് വർഷങ്ങൾ ഏറെയായി. കേരളത്തിലെ ഡാമിന്റെ കാര്യത്തിൽ സ്വതന്ത്രമായൊരു തീരുമാനമെടുക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിക്കാത്തത് എന്താണെന്ന ചോദ്യമാണ് ഉയരുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് വരാനിരിക്കുന്ന മഹാദുരന്തമാണെന്ന് എല്ലാവർക്കും അറിയാം. അണക്കെട്ടിന്റെ ഉയരം കൂട്ടാൻ തമിഴ്നാട് സ്ഥിരമായി ആവശ്യപ്പെടുമ്പോൾ തർക്കത്തിന് പോവാതെ തുരങ്കം വഴിയോ മറ്റോ അവരുടെ കൃഷിക്ക് വേണ്ട വെള്ളം കൊടുക്കാൻ സാധിക്കുമോ എന്ന് ആലോചിക്കണം. അപകടമുണ്ടായാൽ പിടിച്ചു നിൽക്കില്ല. വിദഗ്ധരുമായി കൂടിയാലോചിച്ച് നടപടിയെടുത്തില്ലെങ്കിൽ പ്രകൃതി ദുരന്തമല്ല, മനുഷ്യനിർമ്മിത ദുരന്തം വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. വർഷം 1837, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം. അന്നത്തെ മദിരാശി സംസ്ഥാനത്തെ തേനി, മധുര, ദണ്ഡുഗൽ, രാമപുരം എന്നീ പ്രദേശത്തെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ജലക്ഷാമമായിരുന്നു. ആ സമയത്ത് തിരുവിതാംകൂറിൽ പെരിയാർ നദി നിറഞ്ഞ് കരകവിഞ്ഞൊഴുകുകയാണ്. പെരിയാർ നദിയിലെ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകി പാഴാകുകയാണല്ലോ എന്ന ചർച്ചയുണ്ടായി. ആ വെള്ളം എങ്ങനെയെങ്കിലും വൈഗാ നദിയിൽ എത്തിക്കാൻ സാധിച്ചാൽ പകുതി പ്രശ്നം ഇല്ലാതാകുമെന്ന ചർച്ചകളും സജീവമായി. അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പെരിയാറിന്റെ വെള്ളത്തെ ഡാം കെട്ടി തടഞ്ഞ് ആ വെള്ളം പശ്ചിമഘട്ടത്തിലെ മല തുരന്ന് വൈഗാ നദിയിൽ എത്തിക്കുകയെന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ജെയിംസ് കാഡ്വെല്ലിനെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ പദ്ധതി അസാധ്യമാണെന്ന് ജെയിംസ് കാഡ്വെല്ലിന്റെ പഠനം സൂചിപ്പിച്ചു. എങ്കിലും ഈ ശ്രമത്തിൽ നിന്നും ബ്രിട്ടീഷുകാർ പിന്മാറിയില്ല. 1850-ൽ ചെറിയൊരു ഡാമിന്റെ പണി തുടങ്ങി. എന്നാൽ പദ്ധതി മുന്നോട്ടു പോയില്ല.
പിന്നീട് 1867 പുതിയൊരു പദ്ധതി കൊണ്ടുവന്നു. പെരിയാറിൽ 162 അടി ഉയരത്തിൽ പുതിയ ഡാം ഉണ്ടാക്കി ചെറിയ ചാലുകളായി വൈഗാ നദിയിലേക്ക് വെള്ളം എത്തിക്കുക. എന്നാൽ ഈ പദ്ധതിയും മുന്നോട്ട് പോയില്ല. പിന്നീട് 1887 പെരിയാറിന് കുറുകെ 155 അടി ഉയരമുള്ള അണക്കെട്ട് നിർമ്മിക്കാമെന്ന തീരുമാനത്തിൽ കുമളിയിൽ ഡാം നിർമ്മിച്ചു. അങ്ങനെ ഒരേ സമയം തമിഴ്നാടിന് കുടിവെള്ളവും കേരളത്തിന് മുകളിൽ ജലബോംബുമായി മുല്ലപ്പെരിയാർ പരിവർത്തനം ചെയ്തു. പരമാവധി 60 വർഷം ആയുർദൈർഘ്യം പറഞ്ഞ മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന് പാട്ടക്കരാറായി കൊടുത്തത് 999 വർഷത്തേക്കാണ്. ഇതൊക്കെ പിന്നിട്ടിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കാം എന്ന് പറയുന്നത് പൊയ്വാക്കല്ല. മുല്ലപ്പെരിയാർ ഡാം അപകടം സംഭവിച്ചാൽ കേരളത്തിന് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നമുക്കറിയാം.